വെൽക്കം ടു കെമിസ്ട്രി ടിപ്സ്. ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഭൗതികശാസ്ത്ര ഭാഗത്ത് വരുന്ന പ്രവൃത്തി, ഊർജം, പവർ എന്ന് പറയുന്ന ടോപ്പിക്കുകളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. എൻ്റെ പേര് അർജുൻ. എല്ലാവർക്കും കെമിസ്ട്രി ടിപ്സ് എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് പ്രവൃത്തി എന്ന് നമുക്ക് നോക്കാം. ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിൽ സ്ഥാനാന്തരമുണ്ടായെങ്കിൽ മാത്രമേ പ്രവൃത്തി ചെയ്തതായി കണക്കാക്കുകയുള്ളൂ. അതായത് നമുക്കറിയാം, ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ നമ്മൾ എന്താക്കണം, അവിടെ ഒരു ബലം കൊടുക്കണമെന്ന് നമുക്കറിയാം. ഈ ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പുഷോ അല്ലെങ്കിൽ എന്താണ് ഒരു പുള്ളോ ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു വസ്തുവിന് ഒരു പുഷോ അല്ലെങ്കിൽ എന്തൊരു പുള്ളോ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഏത് ദിശയിലാണോ ഈ പുഷ് അല്ലെങ്കിൽ പുൾ നമ്മൾ അപ്ലൈ ചെയ്തത്, ആ ദിശയിൽ ആ വസ്തു എന്താണ്, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റുള്ളൂ, അവിടെ ഒരു പ്രവൃത്തി ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. ഈ പ്രവൃത്തി എന്ന് പറയുന്നതിന് എന്താവാം, വേണമെങ്കിൽ അതൊരു പോസിറ്റീവ് വാല്യൂ ആവാം, അതുപോലെ തന്നെ വേണമെങ്കിൽ നെഗറ്റീവ് വാല്യൂ ആവാം, അല്ലെങ്കിൽ എന്താവാം, പൂജ്യമാവാം. അപ്പോൾ പ്രവൃത്തിക്ക് വേണമെങ്കിൽ ഈ പറയുന്ന 3 വാല്യൂകളും എന്താണ്, പോസിബിൾ ആണ്. ഒന്നെങ്കിൽ പ്രവൃത്തി പോസിറ്റീവ് ആവാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം, അല്ലെങ്കിൽ എന്താണ്, പൂജ്യമാവാം. ഓക്കെ, പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്, ഒരു അദിശ അളവാണ്. എന്താണ് അദിശ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കേലാർ ക്വാണ്ടിറ്റി ആണ് അല്ലേ. എന്താണ് നമ്മൾ പറയുമ്പോൾ അതിന് എന്ത് പറയേണ്ട ആവശ്യമില്ല, ദിശ പറയേണ്ട ആവശ്യമില്ല. എന്തിന്, പ്രവൃത്തി എന്ന് പറയുന്നത് അല്ലേ. പ്രവൃത്തി എന്താണ്, ഒരു അദിശ അളവാണ്, അതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ് അല്ലേ, വെക്ടർ ക്വാണ്ടിറ്റി അല്ല. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ജൂളാണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്, ജൂളാണ്. എന്ത്, പ്രവൃത്തിയുടെ യൂണിറ്റ്. ഈ ജൂൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എടുക്കുമ്പോൾ ഈ പ്രവൃത്തിയുടെ അതുപോലെ തന്നെ ഊർജത്തിൻ്റെ ഒക്കെ യൂണിറ്റ് എന്താണ്, ജൂളാണ്. ഇവിടെ നമ്മൾ എടുക്കുന്ന പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂളിനെ നമ്മൾ എന്താണ് പറയുന്നത്, ന്യൂട്ടൺ മീറ്റർ എന്നാണ് നമ്മൾ പറയുന്നത്. എന്താണ് പറയുന്നത്, ന്യൂട്ടൺ മീറ്റർ. ഇനി എന്തുകൊണ്ടാണ് ന്യൂട്ടൺ മീറ്റർ വന്നതെന്നൊക്കെ നമ്മൾ എന്താക്കുന്നു, നമ്മളിവിടെ നമ്മൾ നോക്കും. ഇനി നമുക്കിവിടെ നോക്കാം. ഒരു വസ്തുവിൽ എഫ് ബലം തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ ബലത്തിൻ്റെ ദിശയിൽ എസ് മീറ്റർ സ്ഥാനാന്തരമുണ്ടായെങ്കിൽ ആ ബലം ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് എത്രയായിരിക്കും, W=FS ആയിരിക്കും. ഓക്കെ, അതായത് നമ്മൾ എത്രയാണോ കൊടുത്ത ബലം ഇൻറ്റു അതിനുണ്ടായ സ്ഥാനാന്തരം, അതാണ് എന്ത്, അവിടെയുള്ള പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്താണ്, ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്, ന്യൂട്ടൺ ആണ് അല്ലേ. ഈ പറയുന്ന സ്ഥാനാന്തരം എന്ന് പറയുന്ന എസിൻ്റെ യൂണിറ്റ് എന്താണ്, മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വർക്ക്, ഈ പ്രവൃത്തി എന്താണ് കിട്ടുക, ന്യൂട്ടൺ മീറ്റർ എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ സ്ലൈഡിൽ നമ്മൾ നോക്കിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂളാണ്, അല്ലെങ്കിൽ എന്താണ്, ന്യൂട്ടൺ മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതിപ്പോൾ എങ്ങനെയാണ് വന്നതെന്ന് ക്ലിയർ ആയിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ W=FS എന്നാണ് അവിടുത്തെ ഇക്വേഷൻ നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെ സ്ഥാനാന്തരം ഇല്ലെങ്കിൽ പ്രവൃത്തി എന്തായിരിക്കും, പൂജ്യമായിരിക്കും. അതായത് സ്ഥാനാന്തരം ഇല്ലെങ്കിൽ എന്തായിരിക്കും, പ്രവൃത്തി എന്തായിരിക്കും, പൂജ്യമായിരിക്കും അല്ലേ. സ്ഥാനാന്തരം എസ് ഇവിടെ 0 ആണെങ്കിൽ W=F×0 എന്നാണ് വരിക അല്ലേ. അപ്പോൾ എന്താണ് വരിക, 0 എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സ്ഥാനാന്തരം കൂടിയാൽ എന്താണ് പറ്റുക, ഇവിടെ ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് സ്ഥാനാന്തരം എസ് കൂടുക എന്ന് വരുന്നത്. അപ്പോൾ എന്താവും, ഇതിൻ്റെ വാല്യൂ കൂടും അല്ലേ. അതായത് സ്ഥാനാന്തരം കൂടിയാൽ പ്രവൃത്തി എന്താക്കും, കൂടും. അതുപോലെ തന്നെ ഘർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി എപ്പോഴും എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഘർഷണ ബലം, വിസ്കസ് ഫോഴ്സ്, അങ്ങനെ ഡിസിപ്പേറ്റീവ് ആയിട്ടുള്ള എല്ലാ ഫോഴ്സുകളും ചെയ്യുന്ന പ്രവൃത്തി എപ്പോഴും എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇപ്പം നമ്മൾ കൊടുക്കുന്ന ബലത്തിന് ഓപ്പോസിറ്റാണ് എന്ത്, ഘർഷണ ബലം. അപ്പോൾ ഘർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, നമ്മൾ കൊടുക്കുന്ന സ്ഥാനാന്തരത്തിന് എതിർദിശയിലായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, ഘർഷണ ബലം പോലുള്ള ഡിസിപ്പേറ്റീവ് ആയിട്ടുള്ള ഫോഴ്സുകൾ പ്രയോഗിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തി എപ്പോഴും എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ കുറച്ച് ഉദാഹരണങ്ങൾ നമ്മളിവിടെ നോക്കുകയാണ്. നമ്മുടെ ഭിത്തിയിൽ ശക്തിയായി തള്ളുന്നു, അപ്പോൾ എന്താണ് സംഭവിക്കുക നോക്കുക. ഓക്കെ, ഇത് നമ്മളൊരു ഭിത്തിയാണെന്ന് കരുതുക. ഇതിനെ നമ്മൾ വളരെ ശക്തിയായിട്ട് തള്ളുമ്പോൾ എന്താണ് പറ്റുന്നത്, ഭിത്തി ഒരിക്കലും എന്താകുന്നില്ല, അവിടെ മൂവ് ചെയ്യുന്നില്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തില്ല, സ്ഥാനാന്തരമില്ല, ഭിത്തിക്ക്
സ്ഥാനാന്തരമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് കിട്ടും? പ്രവൃത്തി എന്താണ്? 0 എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെ ഭിത്തിക്ക് സ്ഥാനാന്തരമില്ലാത്തത് കൊണ്ട് തന്നെ എന്താണ്? അവിടെ ചെയ്ത പ്രവൃത്തി എന്താണ്? 0 ആണ്. അതുപോലെ തന്നെ നമുക്ക് ഒരാളെന്താണ് തലയിലൊരു ചുമട് എടുത്തിട്ട് നിരപ്പായ റോഡിലൂടെ നടക്കുകയാണ്. ഓക്കെ, ഇതാണ് ആ ഫിഗർ എന്ന് കരുതുക. ഇയാൾ എന്താക്കുകയാണ്? ഇദ്ദേഹത്തിൻ്റെ പുറത്തെന്താക്കുകയാണ്? ഒരു വെയിറ്റ് എടുത്തിട്ട് എന്താക്കുകയാണ്? ഇങ്ങനെ സമാന്തരമായ ഈ റോഡിലൂടെ ഇങ്ങനെ നടക്കുകയാണെന്ന് കരുതുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ചെയ്ത പ്രവൃത്തി എത്രയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം എന്താക്കുകയാണ്? ഈ കല്ലിനെ ഇങ്ങനെ ഉയർത്താനാണ് നോക്കുന്നത്. അദ്ദേഹം കൊടുക്കുന്ന ഫോഴ്സ് എങ്ങോട്ടാണ്? നേരെ മുകളിലേക്കാണ്. എന്നിട്ട് മുമ്പത്തേക്കാണ് നടക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ കല്ലിനുണ്ടാകുന്ന സ്ഥാനാന്തരം എപ്പോഴും അങ്ങോട്ടായിരിക്കും? മുമ്പത്തേക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബലം നേരെ കൊടുക്കുന്നത് ഇങ്ങോട്ടും, പക്ഷെ സ്ഥാനാന്തരം എന്താണ്? ഇങ്ങോട്ടുമാണ് ഉള്ളത് അല്ലേ? അപ്പോൾ നമുക്കറിയാം എന്താണ്? ബലത്തിൻ്റെ അതേ ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടായാലേ അവിടെ എന്തുണ്ടാവുള്ളൂ? പ്രവൃത്തി നടന്നു എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ അല്ലേ? പക്ഷേ ഇവിടെ എന്താണ്? ഇതിന് നമ്മൾ വേറൊരു കാരണം കൂടെ നമ്മൾ പറയും. കാരണം നമ്മൾ വർക്കിന് നമ്മളെന്താണ്? വർക്ക് W=Fs എന്ന് പറയുകയാണെങ്കിലും ഇവിടെ ഒരു ആംഗിൾ വരുന്നുണ്ട്. ഈ ബലവും സ്ഥാനാന്തരവും തമ്മിലൊരു ആംഗിൾ വരുന്നുണ്ട്. ശരിക്കും നമ്മളതിനെ നോക്കുകയാണെങ്കിൽ നമ്മൾ വർക്ക് Fs cos θ എന്നാണ് പറയുക. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ബലവും ഈ സ്ഥാനാന്തരവും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുമ്പോൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. cos 90 എന്ന് പറയുമ്പോൾ എത്രയാണ്? 0 ആണ്. അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് പ്രവൃത്തി 0 ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, കാരണം എന്താണ്? ഇവിടെ പ്രവൃത്തി 0 ആണ്. കാരണം ബലത്തിൻ്റെ ദിശയിൽ കല്ലിന് അവിടെ എന്തില്ല? സ്ഥാനാന്തരമില്ല. ഓക്കെ, പക്ഷേ ഇതേ കേസ് തന്നെ നമ്മൾ നോക്കുകയെന്ന് കരുതുക. തലയിൽ ചുമടെടുത്തിട്ട് സ്റ്റെപ്പ് കയറുകയാണെന്ന് കരുതുക. ഇപ്പോൾ ഒരാൾ എന്താണ്? തലയിൽ ചുമടെടുത്തിട്ട് ഇയാളിങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ കയറുകയെന്ന് കരുതുക. ഓരോ സ്റ്റെപ്പ് കയറുമ്പോൾ ഇയാൾ എന്താക്കുന്നുണ്ട്? ഈ വെയിറ്റ് ഇങ്ങനെ പൊങ്ങുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ വെയിറ്റിന് പൊങ്ങുമ്പം ഇയാൾ എന്താണ്? കൊടുക്കുന്ന വെയിറ്റ് ഇയാൾ പുറത്തിരിക്കുന്നുണ്ട്, അയാൾ മുകളിലേക്കാണ് ബലം കൊടുക്കുക. അപ്പോൾ ഈ വെയിറ്റ് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് കയറുമ്പോൾ ഇങ്ങനെ ഇവിടെ കയറുമ്പോൾ ഇങ്ങോട്ട് പൊങ്ങും, ഇവിടുന്ന് കയറുമ്പോൾ ഇങ്ങോട്ട് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങും അല്ലേ? അതായത് ഈ കല്ലിൻ്റെ സ്ഥാനാന്തരം എന്ന് പറയുന്നത് എന്താണ്? ബലത്തിൻ്റെ അതേ ദിശയിൽ തന്നെ ആയിരിക്കും, നേരെ മുകളിലേക്ക് തന്നെ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ എന്തുണ്ടാവും? പ്രവൃത്തി 0 ആയിരിക്കില്ല. ആ പ്രവൃത്തിക്ക് അവിടെ എന്തുണ്ടാവും? ഒരു വാല്യൂ ഉണ്ടാവും. അതിൻ്റെ കാരണം എന്താണ്? ഇവിടെ ബലത്തിൻ്റെ ദിശയിൽ കല്ലിന് സ്ഥാനാന്തരമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഫിസിക്സിൽ എന്താണ്? ഒരാളൊരു വലിയ വെയിറ്റ് എടുത്തിട്ട് നിരപ്പായ ഒരു റോഡിലൂടെയോ അല്ലെങ്കിൽ സമാന്തരമായിട്ടുള്ളൊരു റോഡിലൂടെയോ നടന്നു പോവുകയാണെങ്കിൽ അവിടെ എന്തില്ല? അദ്ദേഹം ജോലി ചെയ്തില്ല എന്നുള്ളതാണ് ഫിസിക്സിൻ്റെ രീതിയിൽ നമ്മൾ പറയുന്നത്. പക്ഷേ അതേ ആൾ തന്നെ എന്താക്കാണ്? അതേ ചുമട് ഒരു സ്റ്റെപ്പ് വഴി എന്താണ് കയറിക്കൊണ്ടാണ് പോകുന്നതെങ്കിൽ അവിടെ എന്തുണ്ട്? നമ്മൾ തലയിലാണ് വെക്കുന്നതെങ്കിൽ ആ തലയുടെ നേരെ മുകളിലേക്കാണ് നമ്മൾ ബലം കൊടുക്കുന്നത്. അപ്പോൾ ആ ഓരോ സ്റ്റെപ്പ് കയറുമ്പോൾ എന്താണ്? ഈ പറയുന്ന തലയിലുള്ള വസ്തു ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി പോകുന്നുണ്ട്. അതായത് ബലം കൊടുത്ത അതേ ദിശയിൽ അവിടെ സ്ഥാനാന്തരമുണ്ട്. അപ്പോൾ എന്താണ്? ഈ നേരെ നടന്നു പോയി കഴിഞ്ഞാൽ അവിടെ എന്തില്ല? വർക്ക് ചെയ്തതായിട്ട് കാണിക്കില്ല. പക്ഷെ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ എന്താണ്? അവിടെ വർക്ക് ചെയ്തതായിട്ട് എന്താക്കും? കാണും എന്നുള്ള കാര്യം എന്താക്കുക? ഓർത്ത് വെക്കുക. ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ചു എന്താണ് പ്രവൃത്തി എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? അതിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരാളാണ് എന്ത്? ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന് പറയുന്നത് അല്ലേ? ഈ ജൂൾ എന്നുള്ള പേരൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താ കാര്യം എന്നുള്ളത് അല്ലേ? എന്താണ്? ഊർജ്ജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചതാരാണ്? ജെയിംസ് പ്രെസ്കോട്ട് ജൂളാണ്. ഇവിടെ ശ്രദ്ധിക്കണം എന്താണ്? ഊർജ്ജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ജെയിംസ് പ്രെസ്കോട്ട് ജൂളാണെങ്കിലും ഈ ഊർജ്ജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് നമ്മൾ പറയുന്നത് ശരിക്കും ആരെയാണ്? ആൽബർട്ട് ഐൻസ്റ്റീനെയാണ് നമ്മൾ എന്താക്കുന്നത്? പറയുന്നത്. ഓക്കെ, എന്താണ് ഊർജ്ജ സംരക്ഷണ നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊർജ്ജത്തെ എന്താക്കാൻ പറ്റില്ല? നിർമ്മിക്കാനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ കഴിയില്ല. ഒരു രൂപത്തിലുള്ള ഊർജ്ജം മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനേ കഴിയൂ അല്ലേ? ഇതാണ് നമ്മൾ ശരിക്കും ഊർജ്ജ സംരക്ഷണ നിയമമായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആയിട്ട് നമ്മൾ എന്താക്കുന്നത്? പറയുന്നത്. ഓക്കെ, ഈ യാന്ത്രികോർജ്ജം, വൈദ്യുതോർജ്ജം, താപോർജ്ജം എന്നിവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഗവേഷണം നടത്തിയ വ്യക്തിയാണ് ആര്? ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന് പറയുന്ന ഒരു വ്യക്തി. ഇദ്ദേഹമാണ് എന്താക്കുന്നത്? ജൂൾ നിയമം എന്താക്കിയത്? ആവിഷ്കരിച്ചത്. ജൂൾ നിയമം കൊണ്ടുവന്നത് ആരാണ്? ജെയിംസ് പ്രെസ്കോട്ട് ജൂളാണ്. ഓക്കെ, ഇനി എന്താണ് ഊർജം?
പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്താക്കുന്നത്, ഊർജ്ജം എന്ന് നമ്മൾ എന്താക്കുന്നത് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രവൃത്തിയുടെ യൂണിറ്റും ജൂളാണ് അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ ആണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ ഊർജ്ജത്തിൻ്റെ യൂണിറ്റും എന്താണ്, ന്യൂട്ടൺ മീറ്റർ ആണ്. പക്ഷേ ഈ ഊർജ്ജത്തിനൊരു CGS യൂണിറ്റ് ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബലം എന്ന് പറയുന്ന യൂണിറ്റ് പഠിച്ച സമയത്ത് ബലത്തിൻ്റെ CGS യൂണിറ്റായിട്ട് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡൈൻ എന്ന ഒരു യൂണിറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഊർജ്ജത്തിൻ്റെ CGS യൂണിറ്റാണെന്ത്, എർഗ് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം ഊർജ്ജം എന്ന് പറയുമ്പോൾ എനർജി ആണല്ലോ. അപ്പോൾ എനർജി എർഗ് എന്നുള്ളത് എന്താക്കുക, ഓർത്ത് വെക്കാം. ഓക്കെ, ന്യൂട്ടൺ എന്ന് പറയുന്ന ബലത്തിൻ്റെ യൂണിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള CGS യൂണിറ്റാണ് എന്ത്, ഡൈൻ എന്ന് നമ്മൾ എന്താക്കുന്നത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഊർജ്ജത്തിൻ്റെ CGS യൂണിറ്റാണ് എന്ത്, എർഗ് എന്ന് പറയുന്നത് അല്ലേ. ഇനി 1 ജൂൾ എന്ന് പറയുന്നത് എത്രയാണ്, 10⁻⁷ എർഗ് ആണ്. 1 ജൂൾ എന്ന് പറയുന്നത് 10⁻⁷ എർഗ് ആണ് എന്നുള്ള കാര്യം നിർബന്ധമായിട്ടും ഓർത്ത് വെക്കണം. ഇത് എക്സാമിന് ഒരുപാട് തവണയൊക്കെ എന്താക്കിയിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. 1 ജൂൾ എന്ന് പറയുന്നത് 10⁻⁷ എർഗ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് എത്രയാണ്, 10⁵ ഡൈൻ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതുപോലെ 1 വാട്ട് അവർ എന്ന് പറയുന്നത് എത്ര ജൂളാണ്, 1 വാട്ട് അവർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 36,000 ജൂൾ ആണെന്നുള്ളത് ഓർക്കുക. ഓക്കെ, 1 വാട്ട് അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്, 36,000 ജൂൾ. ഒന്നുമില്ല, കാരണം വെച്ചാൽ ഇവിടെ നമ്മൾ എടുക്കുന്നത് 1 വാട്ട് എടുക്കുകയാണെങ്കിൽ അവർ അല്ലേ. അവർ എന്ന് പറയുമ്പോൾ എത്ര സെക്കൻഡിലാണ് വരിക, 3600 സെക്കൻഡാണ് വരിക അല്ലേ. അപ്പോൾ എന്താണ് വരിക, 3600 ജൂളാണ് എന്താക്കുന്നത് 1 വാട്ട് അവർ ആയിട്ട് നമുക്കിവിടെ എടുക്കുന്നത്. ഈ ഊർജം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതാരാണ്, നമ്മൾ നോക്കുകയാണെങ്കിൽ ഊർജ്ജം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതാരാണ്, തോമസ് യങ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ആരാണ്, തോമസ് യങ്. നമ്മൾ പ്രകാശം എന്ന് പറയുന്ന ചാപ്റ്ററിലൊക്കെ നമ്മൾ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ഒക്കെ നമ്മൾ പഠിക്കും ഡൈഫ്രാഷൻ്റെ കേസിൽ. ഈ ഡൈഫ്രാഷൻ്റെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് പെർഫോം ചെയ്ത ആൾ അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്ത ആളാണ് ആര്, തോമസ് യങ്. അപ്പോൾ ഈ ഊർജ്ജം എന്ന പദം ആദ്യമായിട്ട് ആരാണ് കോയിൻ ചെയ്തത്, തോമസ് യങ് ആണ് എന്നുള്ളത് ഓർക്കുക. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എന്നാണ് ഡിസംബർ 14. ഓക്കെ, ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എന്നാണ് ഡിസംബർ 14. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ഓർത്ത് വെക്കണം, ഊർജ്ജത്തിൻ്റെ CGS യൂണിറ്റ് എന്താണ്, എർഗ് ആണ്. ബലത്തിൻ്റെ CGS യൂണിറ്റ് എന്താണ്, ഡൈൻ ആണ്. 1 ജൂൾ എന്ന് പറയുന്നത് 10⁻⁷ എർഗ് ആണ്. അതുപോലെ തന്നെ 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് 10⁵ ഡൈൻ ആണ് എന്നുള്ള കാര്യമൊക്കെ എന്താക്കുക, ഓർത്ത് വെക്കുക. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എന്നാണ് ഡിസംബർ 14. ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ വസ്തുക്കളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളെ കുറിച്ച് നമുക്കറിയണം. കാരണം ഫിസിക്സിൽ നമ്മളിപ്പോൾ ഒരു വസ്തുവിനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ആ വസ്തുവിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്താണ് എന്നുള്ളത് അറിയുകയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് m മാസുള്ള ഒരു വസ്തു ഉണ്ടെന്ന് നമ്മളിവിടെ കരുതുക. ഓക്കെ, അതൊരു മേശപ്പുറത്ത് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഏതൊരു വസ്തുവിലും ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ഏതാണത്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അല്ലേ. അപ്പോൾ ഒരു വസ്തു എടുത്ത് ഇങ്ങനെ മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ആ മേശയുടെ നേരെ ഇവിടുന്ന് താഴേക്ക് അവിടെ എന്തുണ്ടാവും, അതിൻ്റെ ഭാരം എന്ന് പറയുന്ന mg എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ടാവും അല്ലേ. ഭാരം എന്ന് പറയുമ്പോൾ എന്താണ്, m മാസുള്ള ഒരു വസ്തുവിൽ ഭൂഗുരുത്വ ത്വരണം ആക്ട് ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണെന്ത്, ഭാരം എന്ന് പറയുന്നത്. അതാണെന്ത്, ഭൂഗുരുത്വ ഭാരം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഭാരമാണ് താഴേക്ക് എന്താകുന്നത്, ആക്ട് ചെയ്യുന്നത്. ഈ ഭാരം എപ്പോഴും ഏതൊരു വസ്തു ചെരിച്ചു വെച്ചാലും മറിച്ച് വെച്ചാലും ഒക്കെ എപ്പോഴും എന്താണ്, നേരെ ലംബമായിട്ട് നേരെ ഭൂമിയുടെ സെൻറ്ററിലേക്കാണ് എന്താക്കുന്നത് ഈ ഭാരം എന്താക്കുന്നത് ആക്ട് ചെയ്യുക. ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വസ്തു എന്താക്കുന്നുണ്ട്, ഈ തെന്നിപ്പോവാണ്ട് ഈ ഡെസ്കിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതായത് താഴേക്കുള്ള ഈ ബലത്തിന് എന്താക്കുന്നുണ്ട്, ഈ ഒരു മാസ് താഴേക്ക് എന്താക്കുന്നുണ്ട്, mg എന്ന് പറയുന്ന ഒരു ബലം കൊടുക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ ഡെസ്കിൻ്റെ എല്ലാ ഭാഗവും എന്താണ്, തിരിച്ച് നേരെ മുകളിലേക്ക് എന്താക്കുന്നുണ്ട്, ഒരു റിയാക്ഷൻ ബലവും എന്താക്കുന്നത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ടു എവറി ആക്ഷൻ ദർ ഈസ് അൻ ഈക്വൽ ആൻഡ് ഫോർ എവറി ആക്ഷൻ ദർ ഈസ് അൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ താഴേക്കുള്ള ഈ വെയിറ്റിന് ആനുപാതികമായിട്ടുള്ള ഒരു റിയാക്ഷൻ ഫോഴ്സ് നേരെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മോൾ വശത്തേക്കും ഉണ്ടാവും. ഓക്കെ, അതിനെ നമ്മൾ സാധാരണയായിട്ട് പ്രതിബലം അല്ലെങ്കിൽ റിയാക്ഷൻ ഫോഴ്സ് എന്നാണ് നമ്മൾ എന്താക്കുന്നത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ
ഒരു വസ്തുവിനെ മുകളിലേക്ക് നമ്മളെന്താണ് എച്ച് ഉയരത്തിലേക്ക് ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? അതായത് ഒരു വസ്തുവിനെ നമ്മൾ എന്താക്കുകയാണ്, ഇപ്പം ഈ പറയുന്ന ഈ ഒരു മാസ് ഇപ്പോൾ ഇവിടെ ഇരിക്കുകയെന്ന് കരുതുക, ഈ തറയിലാണ് ഇരിക്കുന്നതെന്ന് കരുതുക. അതിന് നമ്മൾ എച്ച് ഹൈറ്റിലേക്ക് നമ്മൾ ഉയർത്തുമ്പോൾ എന്താണ് പറ്റുന്നത്? നമ്മൾ ഉയർത്തുന്നതിൻ്റെ ഒപ്പം തന്നെ എന്താക്കുന്നുണ്ട്, അവിടെ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സും എന്താക്കുന്നുണ്ട്, ഈ വസ്തുവിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിതിനെ മുകളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ വസ്തുവിനെ താഴേക്ക് ആര് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്? ഭൂമി ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഭൂമിയുടെ ആ ഒരു വലിവിനെ എതിരെയാണ് നമ്മൾ എന്താക്കുന്നത്, അവിടെ ഒരു പ്രവൃത്തി നമ്മൾ എന്താക്കുന്നത് ചെയ്യുന്നത്. അതിന് ഇക്വേഷൻ നമുക്കവിടെ കിട്ടുക എന്താണ്? W = നമ്മളവിടെ ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് ശരിക്കും എന്താണെന്ന് അറിയാം. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിലെ ഇക്വേഷനിലൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? പ്രവൃത്തി എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ? ഓക്കെ, അല്ലെങ്കിൽ വർക്ക് = ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഭൂഗുരുത്വ ബലത്തിനെതിരെയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അവിടുത്തെ ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണ്? G ആണ്. അങ്ങനെയാണെങ്കിൽ F = ma പകരം എന്ത് വരും? mg എന്ന് വരും. നമ്മൾ h ഉയരത്തിലേക്കാണ് ഉയർത്തുന്നതെങ്കിൽ അവിടെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? S പകരം h എന്ന് വരും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു വസ്തുവിന് നമുക്ക് മുകളിലേക്ക് എന്താണ്? h ഉയരത്തിലേക്ക് ഉയർത്തുമ്പോൾ ഭൂഗുരുത്വ ബലത്തിനെതിരെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? W = mgh ആണെന്നുള്ളത് നമ്മൾ എന്താക്കുന്നത് ഓർത്ത് വെക്കുക. അതായത് നമ്മളിപ്പോൾ ഒരു 100 ഗ്രാം മാസ് ഉള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവിനെയാണ് നമ്മൾ ഒരു ജൂളൊക്കെ ആയിട്ട് നമ്മൾ എന്താക്കുന്നത് എടുക്കുന്നത്. ഓക്കെ, എന്താണ്? 100 ഗ്രാം മാസ് ഉള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയാണ് നമ്മൾ 1 ജൂളായിട്ട് നമ്മൾ സാധാരണ നമ്മൾ എന്താക്കുന്നത് പറയുന്നത്. നമ്മൾ എപ്പോഴും പറയലുണ്ടെന്നാണ് പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂളാണ് അല്ലേ, എനർജിയുടെ യൂണിറ്റ് ജൂളാണെന്നൊക്കെ നമ്മൾ പറയലുണ്ട്. അപ്പോൾ നമ്മൾ 1 ജൂൾ എന്ന് പറഞ്ഞാൽ 100 ഗ്രാം മാസ് ഉള്ള ഒരു വസ്തുവിനെ നമ്മൾ എന്താക്കാണ് 1 മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഫ്രിക്ഷൻ ഫോഴ്സ്, എങ്ങനെയാണ് പ്രവൃത്തി ചെയ്യുമ്പോൾ എന്താവുന്നത് അതിന് 0 വാല്യൂ കിട്ടുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ കിട്ടുന്നത്, പോസിറ്റീവ് വാല്യൂ എങ്ങനെയാണ് കിട്ടുന്നത് നമുക്കിവിടെ നോക്കാം. ഇവിടെ ഒരു കുട്ടി എന്താണ് ഒരു തറനിരപ്പിലൂടെ ഒരു കല്ലിന് ഇങ്ങനെ എന്താണ് കെട്ടി ഇങ്ങനെ വലിക്കുകയാണെന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു പെട്ടി ഇങ്ങനെ കെട്ടിയിട്ട് വലിക്കുകയാണെന്ന് കരുതുക. ഓക്കെ, അവൻ വലിക്കുന്നത് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? F എന്ന് പറയുന്ന ഒരു ഫോഴ്സിലാണ് എന്താക്കുന്നത് ആ കുട്ടി വലിക്കുന്നത് എന്ന് കരുതുന്നു. ഓക്കെ, നമുക്കറിയാം ഏതൊരു വസ്തുവിൻ്റെ നേരെ താഴേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മൂലമുള്ള ഫോഴ്സാണ്, അല്ലെങ്കിൽ ഭൂഗുരുത്വാകർഷണ ബലം മൂലമുള്ള ഫോഴ്സാണ് അല്ലേ? അത് എപ്പോഴും എല്ലാ വസ്തുവിൽ നിന്ന് നേരെ താഴേക്കാണുള്ളത് അല്ലേ? അതുപോലെ തന്നെ എന്താണ് ഈ ഗ്രാവിറ്റിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എന്താണ് നേരെ മുകളിലേക്ക് ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ട്. അതിന് നമ്മൾ സാധാരണ എന്താണ് Fn എന്നൊക്കെയാണ് നമ്മൾ പറയുക. കാരണം വെച്ചാൽ നോർമൽ ഫോഴ്സ്, കാരണം എപ്പോഴും എന്താണ് നോർമൽ എന്ന് പറയാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രാവിറ്റേഷൻ മൂലമുള്ള ഫോഴ്സ് എപ്പോഴും നേരെ താഴേക്കായിരിക്കും നോർമലായിട്ട് ഉണ്ടാവുക. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് എന്തുള്ളത്? ഈ പറയുന്ന പ്രതിബലം അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന റിയാക്ഷൻ ഫോഴ്സ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ അതിന് സാധാരണ Fn എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു വസ്തുവിനെ ഇങ്ങോട്ടാണ് വലിക്കുന്നതെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആരുണ്ടാവും? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. ആ ഫ്രിക്ഷണൽ ഫോഴ്സാണ് Fr എന്ന് കരുതുക. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണ് എഫിൻ്റെ ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടായി കഴിഞ്ഞാൽ F ചെയ്ത പ്രവൃത്തി പോസിറ്റീവാണ്. അതായത് ഈ കുട്ടി എന്താക്കുകയാണ് F ഫോഴ്സിൽ ഈ കട്ടയെ ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇത് മെല്ലെ നീങ്ങിക്കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? ഇവൻ ഫോഴ്സ് കൊടുക്കുന്ന അതേ ദിശയിലേക്കാണ് എന്താക്കുന്നത് ഇത് മൂവ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അവിടെയുള്ള വർക്ക് എന്താണ്? പോസിറ്റീവാണ്. കാരണം ഫോഴ്സിൻ്റെ അതേ ദിശയിലാണ് സ്ഥാനാന്തരം ഉണ്ടായതെങ്കിൽ അവിടെ വർക്ക് പ്രവൃത്തി ചെയ്തു എന്ന് നമുക്ക് പറയാമെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് ഈ ഫോഴ്സിൻ്റെ അതേ ദിശയിൽ തന്നെയാണെന്ത് സ്ഥാനാന്തരം ഉണ്ടായതെങ്കിൽ അവിടെ വരുന്ന പ്രവൃത്തി അല്ലെങ്കിൽ വർക്കിൻ്റെ വാല്യൂ പോസിറ്റീവായിരിക്കും. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പ്രതിഫലം ചെയ്ത പ്രവൃത്തി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? കാരണം ഒരിക്കലും നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ പ്രതിഫലത്തിൻ്റെ ഡയറക്ഷൻ എന്താണ്? നേരെ മുകളിലേക്കാണ്. പക്ഷെ വസ്തു ഇങ്ങോട്ടാണ് നീങ്ങുന്നത് അല്ലേ? ഈ പറയുന്ന Fn എന്ന് പറയുന്ന പ്രതിഫലത്തിന് നേരെ എന്താക്കുന്നില്ല, ആ വസ്തു ഇങ്ങനെ ഉയർന്ന് മുകളിലേക്ക് ഇങ്ങനെ എന്താക്കുന്നില്ല, നീങ്ങുന്നില്ല. ആ ഒരു ഡയറക്ഷനിൽ വസ്തുവിന് എന്തില്ല?
സ്ഥാനാന്തരമില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഈ പറയുന്ന FN ചെയ്ത പ്രവൃത്തി എന്താണ്? പൂജ്യമാണ്. അതുപോലെ തന്നെ എന്താണ് ഗുരുത്വാകർഷണ ബലം ചെയ്ത പ്രവൃത്തി എന്താണെന്ന് നമുക്കിവിടെ നോക്കാം. എന്താണ് ഗുരുത്വാകർഷണ ബലം എന്ന് പറയുമ്പോൾ നേരെ താഴേക്കാണ്. ഈ വസ്തു നേരെ ഇവിടുന്ന് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, ആ കുട്ടിയുടെ അടുത്തേക്കാണ് മൂവ് ചെയ്യുന്നത്. ഒരിക്കലും എന്തല്ല ഭൂമി തുളച്ച് താഴേക്കല്ല പോകുന്നത്, അല്ലേ? അതായത് ഈ FGയുടെ ഡയറക്ഷനിൽ എന്തില്ല? ഈ പറയുന്ന വസ്തുവിന് സ്ഥാനാന്തരമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ FG ചെയ്ത പ്രവൃത്തിയും എന്താണ്? പൂജ്യമാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്തുണ്ട്? ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. എന്താ ഫ്രിക്ഷണൽ ഫോഴ്സ്? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു ഡിസിപ്പേറ്റീവ് ഫോഴ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? ഫ്രിക്ഷണൽ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ് ഒക്കെ എന്താണ്? ഡിസിപ്പേറ്റീവ് ആയിട്ടുള്ള ഫോഴ്സാണ്, നമുക്ക് ആവശ്യമില്ലാത്ത ഫോഴ്സാണ്, അല്ലേ? ആവശ്യമില്ലാതെ നമ്മൾ എന്താണ് നമ്മുടെ സന്ദർഭം അനുസരിച്ചാണ് നമ്മൾ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയുന്നത്, അല്ലേ? പക്ഷേ ശരിക്കും കൂടെ ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ നെസസറി ഈവിൾ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടേക്കാണ് ഈ ഒരു പെട്ടി വലിക്കുന്നതെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് എന്തുണ്ടാവുക? ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യാം, അല്ലേ? നമ്മൾ എവിടേക്കാണോ ഒരു വസ്തുവിനെ നീക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്താക്കുന്നത്? അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാക്കുന്നത് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് ഈ പറയുന്ന ഇവിടെ നമ്മളൊരു 0 എന്ന് പറയുന്ന ഒരു വാല്യൂ എടുത്തിട്ട് ഇത് ഇവിടേക്ക് ഒരു 5 മീറ്റർ നീങ്ങി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ FR എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇവിടെ സെൻറ്റർ 0 ആണെങ്കിൽ ഇത് ഇവിടേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ എന്താണത്? FRൻ്റെ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് പോയി എന്നുള്ളതാണ്, അല്ലേ? അതായത് എന്താണ് ഘർഷണ ബലം ചെയ്ത പ്രവൃത്തി എന്താണ്? സ്ഥാനാന്തരത്തിന് എതിർദിശയിലാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രവൃത്തി എന്താണ്? നെഗറ്റീവായിരിക്കും. ഫ്രിക്ഷണൽ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ് ഒക്കെ ചെയ്യുന്ന പ്രവൃത്തി എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവായിരിക്കും എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി എന്താണ് ഗതികോർജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്? ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വസ്തു എന്താണ്? റെസ്റ്റിലാണെങ്കിൽ ആ വസ്തുവിന് എന്തുണ്ടാവില്ല? ഗതികോർജം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ആ വസ്തു മൂവ് ചെയ്യുന്നില്ലെങ്കിൽ ആ വസ്തുവിന് ഗതികോർജം ഉണ്ടാവില്ല. അല്ലെങ്കിൽ പ്രവേഗമില്ലാത്ത വസ്തുവിന് ഗതികോർജം ഉണ്ടാവില്ല. ഓക്കെ, ഈ പറയുന്ന ഗതികോർജത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? K = ½ mv² ആണ്. ഇവിടെ m എന്ന് പറയുന്നത് എന്താണ്? ആ എടുക്കുന്ന വസ്തുവിൻ്റെ മാസാണ്. v എന്ന് പറയുന്നത് ആ വസ്തു മൂവ് ചെയ്യുന്ന പ്രവേഗമാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രവേഗം ഇരട്ടിയാക്കിയാൽ ഗതികോർജം എന്താവും? 4 മടങ്ങാവും, അല്ലേ? കാരണം ഇവിടെ ഇരട്ടിയാക്കി കഴിഞ്ഞാൽ എന്താവും? 2ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 4 ആവും. അപ്പോൾ എന്താണ്? പ്രവേഗം ഇരട്ടിയാക്കിയാൽ ഗതികോർജം എത്രയാവും? 4 മടങ്ങാവും എന്നുള്ള കാര്യം ഓർക്കുക. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളുടെ ഗതികോർജം എന്താണ്? പൂജ്യമാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. ഈ ഗതികോർജത്തിനൊരു പ്രത്യേകതയുണ്ട്. കാരണം എന്താണ്? ഗതികോർജത്തിൽ വരുന്ന ഇക്വേഷൻ ½ mv² ആണ്, അല്ലേ? ഈ അര അല്ലെ 1/2 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. വസ്തുവിൻ്റെ മാസ് എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ഇവിടെ മാറാൻ ചാൻസ് ഉള്ളൊരു കാര്യം എന്താണ്? വെലോസിറ്റി ആണ്. പക്ഷേ വെലോസിറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട്. വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? വെക്ടർ ക്വാണ്ടിറ്റി ആണ്. വെക്ടർ ക്വാണ്ടിറ്റി വേണമെങ്കിൽ എന്താവാം? പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, 0 ആവാം, അല്ലേ? ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ നെഗറ്റീവ് ആവും. പക്ഷേ ഇവിടെ എന്താണുള്ളത്? v² ആണ്. അപ്പം നെഗറ്റീവിൻ്റെ സ്ക്വയർ എടുത്താൽ എന്താവും? അത് വീണ്ടും പോസിറ്റീവ് ആവും. അതിൻ്റെ അർത്ഥം എന്താണ്? ഗതികോർജം എപ്പോഴും എന്താണ്? ഒന്നെങ്കിൽ 0 ആയിരിക്കും. കാരണം വസ്തു അനങ്ങുന്നില്ലെങ്കിൽ ഗതികോർജം 0 ആയിരിക്കും. ഇനി വസ്തു എങ്ങാനും അനങ്ങിയിട്ട് അവിടെ ഒരു പ്രവേഗം ഉണ്ടെന്ന് കരുതുക. അതിപ്പോൾ ഏത് ഡയറക്ഷനിലാണെങ്കിലും ഒരു പ്രശ്നമില്ല, എന്തായിരിക്കും? ആ ഗതികോർജം എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഗതികോർജത്തിൻ്റെ പ്രത്യേകത, ഗതികോർജം എപ്പോഴും എന്തായിരിക്കും? ഒന്നെങ്കിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അവിടെ ഒരിക്കലും ഗതികോർജത്തിന് എന്ത് വരില്ല? നെഗറ്റീവ് വാല്യൂസ് വരില്ല. ഇനി എന്താണ് ഗതികോർജവും ആക്കവും തമ്മിലുള്ള റിലേഷൻ എന്ന് നമുക്കിവിടെ നോക്കാം. ഗതികോർജത്തിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു എന്താണ്? K = ½ mv² ആണ്, അല്ലേ? നമ്മൾ ആക്കം അല്ലെങ്കിൽ മൊമെൻറ്റം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? സഞ്ചരിക്കുന്ന വസ്തുക്കൾക്ക് എന്താണ്? മറ്റു വസ്തുക്കളുടെ മുകളിൽ ആഘാതമേൽപ്പിക്കാനുള്ള കഴിവുണ്ട്. ആ സവിശേഷതനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്കം എന്ന് നമ്മൾ പറയുന്നത്, അല്ലേ? ആക്കത്തിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? P = mv ആണ്, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്, അല്ലേ? ആക്കം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടിനും ഒരു പ്രത്യേകതയുണ്ട്. ഇത് രണ്ടും സഞ്ചരിക്കുന്ന വസ്തുക്കളുടെ സവിശേഷതയാണ്. സഞ്ചരിക്കുന്ന വസ്തുക്കൾക്കാണ് എന്തുള്ളത്? ഗതികോർജം ഉള്ളത്. സഞ്ചരിക്കുന്ന വസ്തുക്കൾക്കാണ് ആക്കമുള്ളത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിലുള്ള റിലേഷൻ നമുക്കിവിടെ കണ്ടുപിടിക്കുകയാണ് കരുതുക. ഈ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ നമ്മൾ എന്താക്കുക? v കണ്ടുപിടിക്കുക. എന്ത് വരും?
വി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും നമുക്കിവിടെ വി ഈസ് ഈക്വൽ ടു പി ബൈ എം എന്ന് നമുക്ക് കിട്ടും. ഈ വെലോസിറ്റിൻ്റെ വാല്യൂ നമ്മൾ കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്ത് കിട്ടും? കെ ഈസ് ഈക്വൽ ടു ഹാഫ് എം, വിക്ക് പകരം എന്താക്കണം പി ബൈ എം സ്ക്വയർ എന്ന് വരും. അപ്പോൾ എന്ത് വരും? ഹാഫ് എം പി സ്ക്വയർ ബൈ എം സ്ക്വയർ അല്ലേ. അപ്പം ഒരു എം സ്ക്വയർ ഒരു എം വെട്ടിപ്പോകുമ്പോൾ എന്ത് കിട്ടും? കെ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m എന്ന് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് പറയുന്നതാണ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m അല്ലേ. ഇവിടെ പി എന്ന് പറയുന്നത് എന്താണ്? മൊമെൻറ്റമാണ്. അപ്പം ഈ പറയുന്ന ഗതികോർജ്ജവും വാക്കുവും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? കെ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഇനി എന്താണ് പ്രവൃത്തി ഊർജ തത്വം എന്ന് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ വർക്ക് എനർജി പ്രിൻസിപ്പിൾ എന്താണെന്ന് നമുക്കിവിടെ നോക്കാം. പ്രവൃത്തി ഊർജ തത്വം എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ ചെയ്ത പ്രവൃത്തി അതിനുണ്ടായ ഗതികോർജത്തിൻ്റെ വ്യത്യാസത്തിന് എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇതിനെയാണ് നമ്മൾ പ്രവൃത്തി ഊർജ തത്വം അല്ലെങ്കിൽ വർക്ക് എനർജി പ്രിൻസിപ്പിൾ എന്ന് നമ്മൾ എന്താക്കുന്നത് പറയുന്നത്. ഈ ഒരു പ്രിൻസിപ്പിളിന് വളരെയധികം ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ്? കൈനറ്റിക് എനർജീൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? അല്ലെങ്കിൽ ഗതികോർജത്തിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും പ്രവൃത്തിയോട് ഈക്വൽ ആണെന്ന് നമുക്ക് പറഞ്ഞു അല്ലേ. അതായത് ഒരു വസ്തുവിൽ നമ്മൾ ചെയ്ത വർക്ക് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ആ വസ്തുവിൻ്റെ കൈനറ്റിക് എനർജീൻ്റെ ചേഞ്ച് നമ്മൾ നോക്കിയാൽ മതി. ഇനിയിപ്പോൾ കൈനറ്റിക് എനർജീൻ്റെ ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് ആ വസ്തുവിൻ്റെ ആദ്യത്തെ കൈനറ്റിക് എനർജി എത്രയാണെന്നും അവസാനത്തെ കൈനറ്റിക് എനർജി എത്രയാണെന്നും അതിലുള്ള വർക്ക് എത്രയാണെന്നൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തരംതിരിച്ചൊക്കെ എന്താക്കാം? കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ പ്രവൃത്തി ഊർജ തത്വം എന്ന് പറയുന്നത് എന്താണ്? പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഗതികോർജത്തിൻ്റെ വ്യത്യാസത്തിന് തുല്യമായിരിക്കും എന്നുള്ളതാണ്. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും അല്ലേ. കെ എഫ് എന്ന് വെച്ചാൽ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് കെ ഐ എന്ന് വെച്ചാൽ ഇനിഷ്യൽ കൈനറ്റിക് എനർജിയാണ്. നമുക്കറിയാം എന്താണ് ഈ ലെറ്ററൊന്നും നമ്മളിനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യമേയൊക്കെ തന്നെ പറഞ്ഞതാണല്ലേ, ചലന നിയമം എന്നുള്ള ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്. വി എന്ന് പറയുന്നത് എന്താണ്? അന്ത്യപ്രവേഗവും യു എന്ന് പറയുന്നത് ആദ്യപ്രവേഗവുമാണ് അല്ലേ. അപ്പോൾ ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ എന്താണ്? ഹാഫ് എം വി സ്ക്വയർ ആണ്. ഇനിഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ എന്താണ്? ഹാഫ് എം യു സ്ക്വയർ ആണ് വരിക അല്ലേ. അതിനെയാണ് നമ്മൾ എന്താക്കുന്നത്? വർക്കിനോട് അല്ലെങ്കിൽ പ്രവൃത്തിയോട് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡബ്ല്യു ഈസ് ഈക്വൽ ടു എന്താണ്? ഗതികോർജത്തിൻ്റെ വ്യത്യാസമാണ്. ഓക്കെ, ഇതിന് നമ്മൾ എന്താണ് പറയുന്നത്? വർക്ക് എനർജി പ്രിൻസിപ്പിൾ എന്നാണ് പറയുക. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. ഇത് വെച്ച് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ വേണമെങ്കിൽ എന്താക്കും? ഈ ഒരു ഭാഗത്തു നിന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ. നമുക്കിവിടെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. 70 കിലോഗ്രാം മാസുള്ള ഒരാൾ 80 കിലോഗ്രാം മാസുള്ള ഒരു സ്കൂട്ടർ ഓടിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്കൂട്ടറിന് എന്താണ്? 10 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗം ഉണ്ടെങ്കിൽ ആകെ ഗതികോർജം എത്രയാണ് എന്നാണ് ചോദ്യം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ ചോദിച്ചത്? ഗതികോർജം കണ്ടുപിടിക്കാനാണ്. ഗതികോർജത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? ഹാഫ് എം ബി സ്ക്വയർ ആണെന്നുള്ളത് നമുക്കറിയാം. ഇവിടെ പറഞ്ഞിട്ട് എന്താണ്? ആകെ ഗതികോർജം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പം 70 കിലോയുള്ള ഒരാൾ 80 കിലോ മാസുള്ള സ്കൂട്ടറിൽ ഓടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ആ സ്കൂട്ടറിൻ്റെ ഗതികോർജം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താക്കണം? ആ സ്കൂട്ടറിലുള്ള ഇപ്പോൾ ഉള്ള മൊത്തം മാസ് കാണണ്ടേ. ഇവിടുത്തെ എം കിട്ടണമെങ്കിൽ ഇവിടുത്തെ എം എന്ന് പറയുമ്പോൾ ആകെ ഭാരം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാരം സ്കൂട്ടറിൻ്റെ ഭാരം അല്ലേ, അത് രണ്ടും കൂട്ടുക. അപ്പോൾ എന്തൊരു 80 + 70 എത്ര കിട്ടും? 150 കിലോഗ്രാം എന്ന് നമുക്ക് എന്താക്കും? കിട്ടും. ഇനി എന്താണ്? പ്രവേഗം ഇവിടെ തന്നിട്ടുണ്ട്. സ്കൂട്ടറിൻ്റെ എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡിലാണ് എന്താക്കുന്നത്? പോകുന്നത്. എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ വി ഈസ് ഈക്വൽ ടു എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. എന്താണ്? കെ ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. നേരെ നമ്മൾ എന്താക്കുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. നമുക്ക് എത്ര കിട്ടും? 7500 ജൂൾ എന്നാണ് നമുക്ക് അവിടെയുള്ള ഗതികോർജം കിട്ടുക. ഈ 7500 ജൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താക്കിയാൽ ഇതിനെ 1000 വെച്ച് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? 1000 ജൂൾ എന്ന് പറയുന്നത് ഒരു കിലോ ജൂളാണ് അല്ലേ. അപ്പോൾ നമുക്കിതിനെ 1000 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 7.5 കിലോ ജൂൾ എന്ന് നമുക്ക് കിട്ടും. 7500 ജൂൾ അല്ലെങ്കിൽ 7.5 കിലോ ജൂൾ നമുക്ക് കിട്ടും. നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 2 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു നിശ്ചലാവസ്ഥയിലാണ്. ഈ വസ്തുവിൽ 5 ന്യൂട്ടൺ ബലം 10 സെക്കൻഡ് പ്രയോഗിച്ചാൽ
പ്രവൃത്തി എത്രയാണ് എന്നാണ് ചോദിച്ചത് അല്ലേ. നമുക്കിത് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് പറഞ്ഞിട്ടുള്ള കാര്യം, ഒരു വസ്തു കൊണ്ട് അതിൻ്റെ മാസ് 2 കിലോഗ്രാമാണ്. അത് ആദ്യം എന്താണ്, നിശ്ചലാവസ്ഥയിലാണ്. ഇതിൽ നമ്മൾ 5 ന്യൂട്ടൺ ബലം 2 സെക്കൻഡ് പ്രയോഗിച്ചു അല്ലേ. അപ്പോൾ നമുക്കറിയാം ഒരു വസ്തുവിൽ ബലം പ്രയോഗിച്ചാൽ അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്ക് എന്ത് വരും, മാറ്റം വരുമെന്ന് നമ്മൾ ബലം എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 5 ന്യൂട്ടൺ ബലം കൊടുക്കുമ്പോൾ അതിൻ്റെ നിശ്ചലാവസ്ഥ മാറിയിട്ട് ചിലപ്പോൾ അതിന് പുതിയൊരു എന്ത് കിട്ടും, വെലോസിറ്റി ചിലപ്പോൾ കിട്ടുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രവൃത്തി എത്രയെന്നാണ് ചോദിച്ചത്. ഇവിടെ നിശ്ചലാവസ്ഥയിൽ എന്ന് പറയുമ്പോൾ ആദ്യമുള്ള വെലോസിറ്റി 0 ആണ്. ബലം പ്രയോഗിച്ചതിന് ശേഷം അതിന് വീണ്ടും ഒരു വെലോസിറ്റി കിട്ടും. പ്രവൃത്തിയാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും? ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് വളരെയധികം ക്ലിയർ ആണ്. എന്താണ്, വർക്ക് എനർജി പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മളിത് സോൾവ് ചെയ്യുക. നമുക്ക് ചെയ്യാം. ഇവിടുത്തെ മാസ് എന്ന് പറയുന്നത് 2 കിലോഗ്രാം ആണ്. ഇനിഷ്യൽ വെലോസിറ്റി എന്താണ്, വസ്തു നിശ്ചലാവസ്ഥയിലാണ്, അത് 0 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ. ഇവിടെ പണ്ട് എന്താണ്, വസ്തുവിൽ ഫോഴ്സ് കൊടുക്കുന്നത് അല്ലേ, എത്രയാണ്, 5 ന്യൂട്ടൺ ആണ് അല്ലേ. അപ്പോൾ F=ma ആണ് അല്ലേ, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. അപ്പം മാസ് 2 ആണ്, എ എത്രയാണെന്ന് നമുക്കറിയില്ല. അതാണ് നമ്മൾ 5 ന്യൂട്ടൺ എന്നൊന്ന് കിട്ടിയത്. അങ്ങനെയെങ്കിൽ എ എന്ന് പറയുന്നത് എന്തായിരിക്കും, നേരെ 2 ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ 5/2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലെങ്കിൽ 2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും ഇത് എ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്കിങ്ങനെ കിട്ടുന്നു. അതിനുശേഷം നമുക്ക് വർക്ക് എനർജി പ്രിൻസിപ്പിൾ വെച്ച് നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം, വി കണ്ടുപിടിക്കണം അല്ലേ. അതായത് എന്താക്കണം, അന്ത്യപ്രവേഗം വേണം. അപ്പോൾ വി എന്താണ്, U+AT എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുക. യു എന്താണ്, 0 ആണ്, എ എന്നുള്ളത് 2.5 ആണ്, ടി എന്നുള്ളത് എത്രയാണ്, 10 സെക്കൻഡ് ആണ്. അപ്പം 25 മീറ്റർ പെർ സെക്കൻഡ് നമ്മുടെ വി കിട്ടി. ഇനി നമുക്ക് നേരെ എന്താക്കാം, പ്രവൃത്തി കണ്ടുപിടിക്കാം. W=12mv² അല്ലേ, -12mu² ആണ്. ഇവിടെ യു ഓൾറെഡി എന്താണ്, 0 ആയതുകൊണ്ട് തന്നെ ഈ ഒരു ടൈം മൊത്തം ഇവിടെ 0 ആയിപ്പോവും. ബാക്കി എന്താണുള്ളത്, 12mv² ആണുള്ളത്. അപ്പോൾ ഹാഫ് എമ്മിന് എത്രയാണ്, 2 ആണ് വരുന്നത്. v² അല്ലേ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ എന്താക്കണം, v² ഇവിടെ v തന്നിട്ടുണ്ട് എത്രയാണ്, 25 ആണ്. അപ്പോൾ 25 × 25 അല്ലേ, 2 × 2 ഇവിടെ എന്താവും, കട്ടായി പോവും. ഇവിടെ ബാക്കിയുള്ള ടൈം എന്താണ്, U² ടൈമൊക്കെ ഇവിടെ 0 ആണ് വരിക. നമുക്കിവിടെ ആൻസർ എന്ത് കിട്ടും, 1/2 × 2 × 625 എന്ന് കിട്ടും. അപ്പം നമുക്ക് എന്ത് കിട്ടും, 625 ജൂൾ എന്നാണ് നമുക്ക് എന്താക്കുന്നത്, ഇവിടെയുള്ള പ്രവൃത്തി നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പ്രവൃത്തി കിട്ടുന്നത് എത്രയാണ്, 625 ജൂളാണ്. ഓക്കെ, അപ്പോൾ ഒരു വസ്തു റെസ്റ്റിലാണോ അല്ലെങ്കിൽ മോഷനിലാണോ നമുക്ക് എന്താണ് കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തരികയും അതിലൂടെ നമുക്ക് പ്രവൃത്തി കണ്ടുപിടിക്കാൻ തരികയും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താക്കിയാൽ മതി, വർക്ക് എനർജി പ്രിൻസിപ്പിൾ നമ്മളോട് എന്താക്കിയാൽ മതി, യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ എന്താണ് സ്ഥിതികോർജം എന്നാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ് സ്ഥിതികോർജം എന്ന് പറയുന്നത്? ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജം. ചലനം കൊണ്ട് ലഭ്യമാകുന്ന എന്താണ്, ഗതികോർജമാണ്. സ്ഥിതികോർജം എന്ന് വെച്ചാൽ എന്താണ്, അതിൻ്റെ സ്ഥാനം കൊണ്ടാണ് ലഭ്യമാകുന്നത്. അതിന് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്നാണ് നമ്മൾ എന്താകുന്നത് പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജിൻ്റെ ഇക്വേഷൻ എന്താണ്, U=mgh ആണ്. എം എന്ന് വെച്ചാൽ മാസാണ്, ജി എന്ന് പറയുമ്പോൾ എന്താണ്, ആക്സിലറേഷൻ്റെ ഒരു ഗ്രാവിറ്റിയാണ്, എച്ച് എന്ന് പറയുമ്പോൾ എന്താണ്, അതിൻ്റെ സ്ഥാനം. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് ആണ് എന്ത്, എച്ച് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സ്പ്രിങ് നമ്മളൊരു അമർത്തുകയോ വലിക്കുകയോ ചെയ്യുമ്പോൾ എന്താണ്, അതിനൊരു പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് ലഭിക്കും. അതായത് ഇപ്പോൾ നമ്മൾ സ്പ്രിങ് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഒരു കല്ല് അതിൻ്റെ അറ്റത്ത് വിട്ട് ഞാൻ എന്താക്കും, ആ കല്ല് ദൂരത്തേക്ക് തെറിച്ചു പോകും അല്ലേ. അതിന് കാരണം എന്താണ്, നമ്മളത് ഈ സ്പ്രിങ്ങിനെ വലിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ അമർത്തുമ്പോഴോ ചെയ്യുമ്പോൾ എന്താണ്, ആ സ്പ്രിങ്ങിൽ എന്തുണ്ടാവും, ഒരു രൂപമാറ്റം സംഭവിക്കും. കാരണം വെച്ചാൽ അതിന് ചിലപ്പോൾ ഒരു 10 സെൻറ്റിമീറ്റർ നീളമുള്ളതാണെങ്കിൽ നമ്മൾ അമർത്തുകയാണെങ്കിൽ അതിൻ്റെ സൈസ് എന്തായി പോകും, ചെറുതായി പോകും അല്ലേ. അപ്പോൾ നമ്മോട് ചെയ്യുമ്പോൾ എന്താണ്, അതിന് രൂപമാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ. ആ രൂപമാറ്റം ഉണ്ടാവാൻ നമ്മൾ ചെയ്ത പ്രവൃത്തി അതിൻ്റെ ഉള്ളിൽ എന്താണ്, ഊർജമായിട്ട് നിലകൊള്ളും. ഈ ഊർജമാണ് എന്താക്കുന്നത്, ആ വസ്തുവിൻ്റെ സ്ഥിതികോർജമായിട്ട് എന്താക്കുന്നത്, പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, ആ വസ്തുവിന് രൂപമാറ്റം ഉണ്ടാവും. ആ ഉണ്ടാവാൻ നാം ചെയ്ത പ്രവൃത്തി ആണ് എന്താകുന്നത്, അതിൽ ഊർജ്ജമായിട്ട് നിലകൊള്ളുന്നത്. ഈ ഊർജ്ജം എന്താണ്, സ്ട്രെയിൻ മൂലമുള്ള സ്ഥിതികോർജ്ജമാണ്. അപ്പോൾ എന്താ സ്ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ എന്നാണ്. അപ്പോൾ അത് വേണമെങ്കിൽ ലെങ്ത് ആവാം, ഡയമെൻഷൻ എന്നുള്ളത് ലെങ്ത് ആവാം, ഏരിയ ആവാം, വോളിയം ആവാം, സൈസ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ എന്താണ്, നമ്മൾ ഏതൊരു വസ്തുവിന് രൂപമാറ്റം വരികയാണെങ്കിൽ ആ വസ്തുവിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥിതികോർജം എപ്പോഴും എന്തുകൊണ്ടുള്ളതായിരിക്കും? ഈ സ്ട്രെയിൻ മൂലമുള്ള സ്ഥിതികോർജമായിരിക്കും. ഇപ്പോൾ നമ്മൾ റബ്ബർ ബാൻഡ് വലിച്ചാൽ അതിൻ്റെ ലെങ്ത്ത് കൂടി അല്ലേ? അപ്പം അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടുത്തെ ഡയമെൻഷൻ മാറിയത് എന്താണ്? ലെങ്ത്താണ്. അപ്പോൾ അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഉള്ളതാണ് സ്ട്രെയിൻ മൂലമാണ് അതിനുള്ളിൽ നമ്മുടെ സ്ഥിതികോർജം ഉണ്ടാകുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഉയരം കൂടുന്തോറും സ്ഥിതികോർജം എന്താണ് കൂടുന്നത്? എച്ച് കൂടുന്തോറും എന്താണ്, യുവിൻ്റെ വാല്യൂ കൂടും, അല്ലെങ്കിൽ ഉയരം കൂടുന്തോറും സ്ഥിതികോർജം കൂടുന്നു. ഇനി നമുക്ക് പ്രധാനപ്പെട്ടതായിട്ട് പഠിക്കാനുള്ള ഒരു സയൻറ്റിസ്റ്റാണ് എന്ത്? ആൽബർട്ട് ഐൻസ്റ്റീൻ അല്ലേ? നമുക്കറിയാം എന്താണ്, ഊർജ്ജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഊർജ്ജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? അതാരാണ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്ന ആരാണ്? ജൂളാണ് അല്ലേ? ജെയിംസ് പ്രെസ്കോട്ട് ജൂളാണ് എന്താക്കുന്നത്? ഊർജ്ജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത്. എന്നാൽ ഊർജ്ജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഇദ്ദേഹമാണ് ആധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ ഫിസിക്സിൻ്റെ പിതാവ് എന്നുണ്ടാക്കുന്നത് അറിയപ്പെടുന്നത്. അതായത് മോഡേൺ ഫിസിക്സിൻ്റെ പിതാവാണ് ആര്? ആൽബർട്ട് ഐൻസ്റ്റീൻ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ളൊരു ഊർജ്ജ സമവാക്യമുണ്ട്. ഏതാണ്? E=mc². ഇവിടെ E എന്ന് വെച്ചാൽ എനർജിയാണ്, എം എന്ന് വെച്ചാൽ എന്താണ്? മാസ്, സി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ലൈറ്റിൻ്റെ സ്പീഡാണ് അല്ലേ? ലൈറ്റിൻ്റെ സ്പീഡ് എത്രയാണ്? 3 × 10⁸ m/s ആണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദ്രവ്യവും ഊർജവും ഒരു അസ്തിത്വത്തിൻ്റെ രണ്ട് ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്നാണ് അദ്ദേഹം എന്താക്കിയത്? സമർത്ഥിച്ചത്. അതായത് E=mc² എന്ന് പറയുമ്പോൾ ഒരു മാസ് ഉള്ള ഒരു വസ്തുവിനെ എനർജി ആക്കാം, അല്ലെങ്കിൽ എനർജി ഉള്ള ഒരു വസ്തു എന്താണ്, അതിന് മാസിലേക്ക് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയെന്ന് പറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് ദ്രവ്യത്തിനെ ഊർജവും ഊർജത്തിനെ എന്താക്കാൻ വേണ്ടി പറ്റും? ദ്രവ്യവുമാക്കിയിട്ട് എന്താക്കാൻ വേണ്ടി പറ്റും? മാറ്റാൻ വേണ്ടി പറ്റും. ഇത് രണ്ടും എന്താണ്? ഇൻ്റർ കൺവെർട്ടിബിൾ ആണ് എന്നാണ് ആര് പറഞ്ഞത്? ആൽബർട്ട് ഐൻസ്റ്റീൻ എന്താക്കിയത്? പറഞ്ഞത്. ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയത് എന്താണ്? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് വ്യക്തമായ വിശദീകരണം നൽകിയതാരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കണ്ടുപിടിച്ചത് ഹെൻറിച്ച് ഹെഡ്സ് ആണ്. നമ്മുടെ ഫ്രീക്വൻസിൻ്റെ ഒക്കെ യൂണിറ്റ് ഏതാണ്? ഹെഡ്സ് അല്ലേ? ആ HR ഹെഡ്സ് എന്ന് പറയുന്ന ഹെൻറിച്ച് ഹെഡ്സ് ആണ് എന്താക്കുന്നത്? ഫോട്ടോ ഇലക്ട്രിക് ഫിനോമിനൻ എഫക്റ്റ് എന്താക്കുന്നത്? കണ്ടുപിടിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അതിന് വ്യക്തമായിട്ടുള്ള എക്സ്പ്ലനേഷൻ നൽകിയത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അതിന് അദ്ദേഹത്തിന് 1921 എന്താക്കി? നോബൽ പുരസ്കാരം എന്താക്കി ലഭിച്ചു. ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു 2-3 ബുക്കുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് തിയറി ഓഫ് റിലേറ്റിവിറ്റി, എസേസ് ഇൻ ഹ്യൂമനിസം, ഐഡിയാസ് ആൻഡ് ഒപ്പീനിയൻസ്, ദ വേൾഡ് ആസ് ഐ സീ ഇറ്റ് എന്നിവയൊക്കെയാണ് അദ്ദേഹത്തിന് പ്രസിദ്ധമായിട്ടുള്ള ബുക്ക്. ഓക്കെ, ബുക്കുകൾ. അപ്പോൾ ഈ ഒരു ബുക്കുകളുടെ പേരുകൾ എന്താക്കുക? ഓർത്തു വെക്കുക. പ്രധാനപ്പെട്ടതായിട്ട് ഊർജ്ജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവാണെന്നുള്ളത് ഓർക്കുക. പിന്നെ ദ്രവ്യവും ഊർജവും എന്താണ്? ഒരു അസ്തിത്വത്തിൻ്റെ രണ്ട് ഭിന്നക രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ചത് ആരാണ്? ഐൻസ്റ്റീൻ ആണ്. അല്ലെങ്കിൽ എന്താണ്? ദ്രവ്യവും ഊർജവും, മാറ്ററും എനർജിയും എന്താണ്? ഇൻ്റർ കൺവെർട്ടിബിൾ ആണ് എന്നുണ്ടാക്കി അദ്ദേഹം സമർത്ഥിച്ചു എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. നമുക്കിനി പഠിക്കാനുള്ളതാണ് പവർ. എന്താണ് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അല്ലെങ്കിൽ ആ പ്രവൃത്തിയുടെ നിരക്കിനെയാണ് നമ്മൾ എന്താക്കുന്നത്? പവർ എന്ന് പറയുന്നത്. ഓക്കെ, യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തിയുടെ നിരക്കാണ് പവർ എന്ന് പറയുന്നത്. പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്? നമുക്കറിയാം, നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ബൾബൊക്കെ വാങ്ങുമ്പോൾ ചോദിക്കും എന്താണ് പവർ എത്രയും ചോദിക്കും, പറയും 9 വാട്ടാണ് അല്ലെങ്കിൽ 10 വാട്ടാണെന്നാണ് പറയുക അല്ലേ? അതായത് പവറിൻ്റെ യൂണിറ്റ് എന്താണ്? വാട്ടാണ് അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ് ആണ് എന്നുള്ളതാണ് വാട്ട് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവൃത്തി ഡിവൈഡ് ബൈ സമയമാണ്. അല്ലെങ്കിൽ എന്താ നമ്മൾ പറഞ്ഞതാണ്? പ്രവൃത്തിയുടെ നിരക്ക് എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ നിരക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഏതാണോ ക്വാണ്ടിറ്റി അത് ഡിവൈഡ് ബൈ സമയമാണ്. അപ്പോൾ പ്രവൃത്തിയുടെ നിരക്ക് എന്ന് പറയുമ്പോൾ പ്രവൃത്തി ബൈ സമയമാണ്. അപ്പോൾ എന്ത് വരും?
പ്രവൃത്തി എന്ന് പറയുമ്പോൾ എന്താണ്? വർക്കാണ്. വർക്ക് ബൈ ടൈം ആണെന്ത്? പവർ എന്ന് പറയുന്നത്. വർക്ക് ബൈ ടൈം ആണെന്ത്? പവർ എന്ന് പറയുന്നത്. വർക്കിൻ്റെ യൂണിറ്റ് എന്താണ്? ജൂളാണ്. ടൈമിൻ്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡാണ്. അപ്പോൾ ജൂൾ പെർ സെക്കൻഡ് എന്നാണ് എന്താക്കുന്നത്? പവറിൻ്റെ യൂണിറ്റ് വരിക. അപ്പോൾ വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജൂൾ പെർ സെക്കൻഡ് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. നമ്മൾ അളവുകൾ യൂണിറ്റുകൾ എന്നുള്ള ചാപ്റ്ററിലൊക്കെ എന്താണ് ഈ ഒരു കാര്യമൊക്കെ എന്താണ് ബന്ധപ്പെട്ട് ഇങ്ങനെ വരുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള യൂണിറ്റുകളൊക്കെ നമ്മൾ ഓർത്ത് വെക്കണം. ഇനി ഒരു കിലോ വാട്ട് എന്ന് പറയുമ്പോൾ എത്രയാണ്? 1000 വാട്ടാണ് ഒരു കിലോ വാട്ട് അല്ലേ. ഒരു കിലോ ജൂൾ എന്ന് പറയുമ്പോൾ എത്രയാണ്? 1000 ജൂളാണ്. ഒരു 1000 ജൂളാണ് ഒരു കിലോ ജൂൾ നമ്മൾ എന്താക്കുന്നത് പറയുന്നത്. ഓക്കെ. ഇനി ഇവിടെ പ്രധാനപ്പെട്ടതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് 1 HP. എന്താണ് 1 HP എന്ന് പറയുന്നത്? 1 ഹോഴ്സ് പവർ അല്ലേ. നമ്മൾ മോട്ടറൊക്കെ വാങ്ങുമ്പോൾ ചോദിക്കുക എത്ര HP മോട്ടറാണ് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ചിലവർ പറയും എന്താണ് അത് 1 HP ആണ്, അല്ലെങ്കിൽ 2.1 ആണ് അല്ലേ, 1.5 ആണ്, അല്ലെങ്കിൽ 0.5 ആണ് എന്നൊക്കെ പറയും അല്ലേ. അവിടെ എന്താണ്? ഹോഴ്സ് പവർ ആണ് നമ്മൾ എന്താക്കുന്നത് പറയുന്നത്. ഈ പവറിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് യൂണിറ്റുകളൊക്കെയാണ് എന്ത്? കിലോ വാട്ട്, വാട്ട്, ജൂൾ പെർ സെക്കൻഡ്, HP അല്ലേ, ഹോഴ്സ് പവർ എന്നൊക്കെ പറയുന്നത്. ഈ 1 HP എന്ന് പറയുന്നത് എത്രയാണ്? 746 വാട്ടാണ്. ഓക്കെ. ഇപ്പം നമ്മൾ സാധാരണ കിലോ വാട്ട് എന്ന് പറയുമ്പോൾ എത്രയാണ്? 1000 വാട്ടാണ്. ഇപ്പം മെഗാവാട്ട് എന്നൊക്കെ പറയും എത്രയാണ്? 10⁶ വാട്ടാണ് അല്ലേ. 10⁶ വാട്ടാണെന്ത്? 1 മെഗാവാട്ട് ഒക്കെ നമ്മളായിട്ട് പറയുന്നത് അല്ലേ. നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെയൊക്കെ കേസ് വരുമ്പോൾ നമ്മൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ജലവൈദ്യുത പദ്ധതിൻ്റെയൊക്കെ കേസൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും എത്ര മെഗാവാട്ടാണെന്ന് ചോദിക്കും അല്ലേ. അപ്പം മെഗാവാട്ട് എന്ന് പറയുമ്പോൾ എത്രയാണ്? 10⁶ വാട്ടാണ് ഒരു മെഗാവാട്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഇത് നമുക്കൊരു ക്വസ്റ്റ്യൻ ആണ്. 3 സെക്കൻഡ് ജോലി ചെയ്ത ഒരാളുടെ പ്രവൃത്തിയുടെ അളവ് 60 വാട്ട് ആയാൽ അയാൾ ചെയ്ത പ്രവൃത്തിയുടെ അളവ് എത്രയാണ് എന്നാണ് ചോദിച്ചത്. ഓക്കെ. നമ്മുടെ ചോദ്യത്തിലൂടെ ഒരു ചെറിയൊരു കറക്ഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവൃത്തിയുടെ നിരക്ക് എത്രയാണ്? 60 വാട്ടാണ് എന്നാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അയാൾ ചെയ്ത പ്രവൃത്തിയുടെ അളവ് എത്രയാണ് എന്നാണ് ചോദ്യം. ഓക്കെ. അപ്പോൾ പ്രവൃത്തിയുടെ നിരക്ക് എന്ന് പറയുമ്പോൾ എത്രയാണ്? എന്താണ് പ്രവൃത്തിയുടെ നിരക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പവറാണ് നമ്മൾ ഉദ്ദേശിച്ചത് അല്ലേ. പവർ. അപ്പോൾ 60 വാട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് അത് പവറാണ് 60 എന്നുള്ളത് നമുക്കറിയാം അല്ലേ. ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് നോക്കാം. എന്താണ് ഇവിടെ തന്നിട്ടുണ്ട്? പവർ അല്ലേ. പ്രവൃത്തിയുടെ നിരക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? പവറാണ് അല്ലേ. അപ്പോൾ പവർ എന്ന് പറയുന്നത് എത്രയാണ്? 60 വാട്ടാണ്. ഓക്കെ. അതുപോലെ സമയം തന്നിട്ടുണ്ട് എത്രയാണ്? 3 സെക്കൻഡാണ് ഇവിടെ സമയം തന്നിട്ടുള്ളത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പവർ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രവൃത്തി ബൈ സമയമാണെന്ത്? ഈ പറയുന്ന പവർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രവൃത്തി എന്ന് പറയുമ്പോൾ എന്താണത്? പവർ ഇൻറ്റു സമയമാണ്. അപ്പോഴത്തെ വരും 60 × 3 എത്ര കിട്ടും? 180 ജൂളാണ് നമുക്ക് എന്താക്കുന്നത് ഇവിടെ ആൻസർ കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ പ്രവൃത്തിയുടെ അളവ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 180 ജൂളാണ്. ഇനി നമുക്ക് ഈ പറയുന്നത് ഊർജ്ജ പരിവർത്തനമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കറിയാം എന്താണ് ഊർജ്ജ സംരക്ഷണ നിയമത്തിൽ നമ്മൾ പറഞ്ഞെന്താണ്? ഊർജ്ജത്തിനെ നശിപ്പിക്കാനൊന്നും നമുക്ക് എന്താക്കാൻ പറ്റില്ല, നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. പകരം എന്താക്കാൻ വേണ്ടി പറ്റും? അതിനെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഓരോ വസ്തുക്കളിലും എന്തുണ്ട്? ഈ പറയുന്ന ഊർജ്ജ പരിവർത്തനം നടക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നമ്മൾ നോക്കാം. പ്രകാശ സംശ്ലേഷണം നടക്കുന്ന സമയത്ത് എന്താണ് പ്രകാശ സംശ്ലേഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സസ്യങ്ങളൊക്കെ എന്താണ് ഈ പറയുന്ന ഫുഡ്, അതിന് വേണ്ട ഫുഡ് തയ്യാറാക്കുന്ന പ്രോസസ്സാണ് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? പ്രകാശോർജ്ജം എന്തായിട്ട് മാറുന്നു? രാസോർജ്ജമായിട്ടാണ് മാറുക. ഓക്കെ. എന്താണ്? പ്രകാശോർജ്ജം രാസോർജ്ജമായിട്ടാണ് എന്താക്കുന്നത് അവിടെ മാറുക അല്ലേ. അത് ഫുഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ എന്താണ് അത് ഗ്ലൂക്കോസും ഇതൊക്കെ ആയിട്ട് മാറുന്നതാണ്, രാസോർജ്ജമായിട്ടാണ് അത് മാറുന്നത്. ഇനി സോളാർ സെല്ലിൽ എന്താണ് സംഭവിക്കുന്നത്? സൂര്യൻ്റെ പ്രകാശം പതിക്കുന്ന സമയത്ത് എന്താവുന്നു? ആ പ്രകാശത്തെ അതെന്താക്കിയിട്ട് മാറ്റും? വൈദ്യുതിയാക്കി മാറ്റിയിട്ട് സ്റ്റോർ ചെയ്യും അല്ലേ. അപ്പോൾ സോളാർ സെല്ലിലെ ഊർജ്ജ പരിവർത്തനം എന്ന് വെച്ചാൽ സൗരോർജ്ജം എന്തായിട്ട് മാറും? വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നതാണ്. ഇനി ഇലക്ട്രിക് മോട്ടർ. എന്താണ് ഇലക്ട്രിക് മോട്ടറിൽ നമ്മൾ ഇലക്ട്രിക് മോട്ടറിൻ്റെ കേസിൽ നമ്മൾ ഇലക്ട്രിക് മോട്ടറിലേക്ക് നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ എന്താ പറ്റുക? അതിൻ്റെ ഈ പറയുന്ന റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ എന്താവുന്നു? കറങ്ങിയിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും അല്ലേ. അതായത് വൈദ്യുതോർജ്ജം എന്തായിട്ട് മാറും? യാന്ത്രികോർജ്ജമായിട്ട് മാറും അല്ലേ. കറക്കമോ അല്ലെങ്കിൽ എന്താണ് ഉരുളലൊക്കെ ആയിട്ട് എന്താക്കി മാറും. അതാണ് യാന്ത്രികോർജ്ജം എന്ന് പറയുന്നത്. ഒരു പ്രവൃത്തി ചെയ്യാനുള്ള ഒരു
ഊർജ്ജം അവിടെ നമുക്ക് കിട്ടും. അതാണെന്ത് യാന്ത്രികോർജ്ജം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഗ്യാസ് സ്റ്റൗവിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മളിപ്പോൾ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ഒക്കെയാണ്, LPG ആണെന്ന് കരുതുക അല്ലേ. അതെന്താണ് രാസോർജ്ജമാണ് അല്ലേ. അത് നമ്മൾ എന്താണ്ടായിട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്? അതിന് നമ്മൾ ഇഗ്നേറ്റ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? നമുക്കിവിടെ ലൈറ്റായിട്ട് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ എന്താക്കുന്നത് കിട്ടുന്നുണ്ട്, ഹീറ്റായിട്ടൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഗ്യാസ് സ്റ്റൗവിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം എന്ന് വെച്ചാൽ എന്താണ്? രാസോർജ്ജം എന്തായിട്ട് മാറുന്നുണ്ട്? താപോർജ്ജവും പ്രകാശോർജ്ജവും ഒക്കെ ആയിട്ട് മാറുന്നുണ്ട്. അടുത്താണ് മൈക്രോഫോൺ. എന്താണ് മൈക്രോഫോൺ എന്ന് വെച്ചാൽ, മൈക്രോഫോണിലൂടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ പറയുന്ന ശബ്ദം എന്താക്കുന്നു? നേരെ നമ്മൾ മൈക്കിലൊക്കെ വിളിച്ച് പറയുന്ന സാധനം അല്ലേ. അപ്പോൾ നമ്മൾ സാധാരണ മൈക്ക് തന്നെയാണ് മൈക്രോഫോൺ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്താണോ ശബ്ദിക്കുന്നത് ആ ശബ്ദത്തിൻ്റെ ഒരു തീവ്രതയെ അതെന്താക്കുന്നു? ഇലക്ട്രിക് സിഗ്നൽ ആക്കിയിട്ട് മാറ്റും അല്ലേ. അതായത് മൈക്രോഫോൺ എന്താണ് ചെയ്യുന്നത്? ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കിയിട്ട് എന്താക്കുന്നു? മാറ്റുന്നു. പക്ഷേ ലൗഡ് സ്പീക്കറിൽ എന്താ പറ്റുക? ലൗഡ് സ്പീക്കർ നേരെ തിരിച്ചാണ് അല്ലേ. കാരണം നമ്മൾ പറയുന്ന സൗണ്ട് എന്താക്കുന്നു? മൈക്രോഫോണ് ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റും. അതിനുശേഷം എന്താക്കും? അതൊരു ആംപ്ലിഫയറിലേക്ക് വിടും. ആംപ്ലിഫയർ എന്താക്കും? സിഗ്നലിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്തിട്ട് എന്താക്കുന്നു? ആ വൈദ്യുതോർജ്ജത്തിനെ നേരെ എവിടേക്കാക്കുന്നു? ശബ്ദോർജ്ജമാക്കിയിട്ട് ലൗഡ് സ്പീക്കറിൽ കൂടെ പുറത്തു വിടും. അപ്പോൾ ലൗഡ് സ്പീക്കറിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം എന്ന് പറയുമ്പോൾ എന്താണ്? ലൗഡ് സ്പീക്കറിൽ നമുക്ക് പുറത്തേക്ക് കിട്ടുന്നത് എന്താണ്? ശബ്ദമാണ്. അപ്പോൾ എന്താണ് ശബ്ദോർജ്ജമായിട്ട് മാറിയത്? വൈദ്യുതോർജ്ജം അല്ലേ. അപ്പോൾ ലൗഡ് സ്പീക്കറിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം എന്ന് വെച്ചാൽ വൈദ്യുതോർജ്ജം എന്താണ്? ശബ്ദോർജ്ജമായിട്ട് മാറുകയാണ്. അതുപോലെ ബാറ്ററി. എന്താണ് ബാറ്ററിയിൽ? ബാറ്ററി എന്ന് പറയുമ്പോൾ എന്താണ്? ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ് എന്ത്? ബാറ്ററി അല്ലേ. അപ്പോൾ കെമിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? രാസോർജ്ജം. ബാറ്ററിയിൽ എന്താ ഉള്ളത്? രാസോർജ്ജമാണ്. അതെന്തായിട്ട് മാറും? വൈദ്യുതോർജ്ജമായിട്ട് എന്താവും? മാറും. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്താക്കാനുള്ളത്, ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് പ്രവൃത്തി എന്ന് പറഞ്ഞു. പ്രവൃത്തി എന്താണ്? ഒരു അദിശ അളവാണ്. അതിൻ്റെ യൂണിറ്റ് എന്താണ്? ജൂളാണ്, അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ ആണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ എന്താണ് പ്രവൃത്തിയുടെ ഇക്വേഷൻ? എന്താണ്? W=Fs ആണ് അല്ലേ. ഓക്കെ. സ്ഥാനാന്തരം ഇല്ലെങ്കിൽ പ്രവൃത്തി ഉണ്ടാവില്ല അല്ലേ. അതുപോലെ തന്നെ എന്താണ്? ഘർഷണ ബലങ്ങൾ പോലുള്ള ഘർഷണബലം, വിസ്കസ് ഫോഴ്സ്, ഇതൊക്കെ എന്താണ്? ചെയ്യുന്ന പ്രവൃത്തി എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവായിരിക്കും എന്ന് പഠിച്ചു. ഇപ്പം നമ്മൾ തലയിലൊരു സാധനം വെച്ചിട്ട് ചുമട് എന്തെങ്കിലും വെച്ചിട്ട് എന്താക്കാണ്? നേരെ നിരപ്പായ സ്ഥലത്ത് കൂടെ നടന്നു പോയാൽ അവിടെ നമ്മൾ വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ നമ്മളൊരു സ്റ്റെപ്പ് കയറിയാൽ അവിടെ എന്തുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ എന്താക്കുക? ഓർത്ത് വെക്കുക. നമ്മൾ ജെയിംസ് പ്രെസ്കോട്ട് ജൂളിൻ്റെ കേസ് പഠിച്ചപ്പോൾ ഊർജ്ജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ജെയിംസ് പ്രെസ്കോട്ട് ജൂളാണ് നമ്മൾ പഠിച്ചു അല്ലേ. അദ്ദേഹമാണ് എന്താക്കിയത്? ജൂൾ നിയമമൊക്കെ എന്താണ് കൊണ്ടുവന്നത്? ആരാണ്? ജെയിംസ് പ്രെസ്കോട്ട് ജൂളാണ്. ഇനി എന്താണ് ഊർജ്ജം എന്ന് പഠിച്ചു. ഊർജ്ജത്തിൻ്റെ CGS യൂണിറ്റ് എർഗാണ്. 1 ജൂൾ എന്ന് പറയുന്നത് 10⁻⁷ എർഗാണെന്ന് പഠിച്ചു അല്ലേ. അതുപോലെ തന്നെ ഊർജ്ജം എന്നുള്ള പദം ആദ്യമായിട്ട് കോയിൻ ചെയ്ത ആരാണ്? തോമസ് യങ് ആണ് അല്ലേ. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എത്രയാണ്? ഡിസംബർ 14. അതിനുശേഷം നമുക്കൊരു ഗ്രാവിറ്റിക്ക് ഓപ്പോസിറ്റായിട്ട് ഒരു വസ്തുവിനെ ഉയർത്താൻ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി എന്താണ്? W=mgh ആണെന്ന് നമ്മൾ നോക്കി. അതിനുശേഷം നമ്മൾ ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ഡിഫറെൻറ്റ് ടൈപ്സുള്ള ഫോഴ്സുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. അവയുടെ വർക്ക് നമ്മൾ നോക്കി. ഓക്കെ. അതിനുശേഷം നമ്മൾ ഗതികോർജ്ജം എന്താണ്? അതിൻ്റെ ഇക്വേഷൻ K=12mv² ആണെന്ന് പഠിച്ചു. ഈ ഗതികോർജ്ജം ഒരിക്കലും എന്താവില്ല? നെഗറ്റീവ് ആവില്ല. ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ പോസിറ്റീവോ ആയിരിക്കും നമ്മൾ പഠിച്ചു. നിശ്ചലാവസ്ഥയിൽ എന്താണ്? ഗതികോർജ്ജം 0 ആണെന്ന് പഠിച്ചു അല്ലേ. ഗതികോർജ്ജവും ആക്കവും തമ്മിലുള്ള റിലേഷൻ എന്താണ്? K=p²/2m ആണ്. പ്രവൃത്തി ഊർജ്ജ തത്വം അല്ലെങ്കിൽ വർക്ക് എനർജി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ചിങ് കൈനറ്റിക് എനർജി ആണ്. അല്ലെങ്കിൽ ഗതികോർജ്ജത്തിൻ്റെ വ്യത്യാസത്തിന് തുല്യമായിരിക്കും എന്ത്? പ്രവൃത്തി എന്നുള്ളതാണ് പ്രവൃത്തി ഊർജ്ജ തത്വം എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഐൻസ്റ്റീൻ്റെ E=mc² എന്ന് പറയുന്ന ഇക്വേഷനും അതുപോലെ തന്നെ ഊർജ്ജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവാണ് അദ്ദേഹം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബുക്കുകളുടെ പേരുകൾ അതൊക്കെ ഓർത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ പവർ അല്ലേ 1 HP എന്ന് പറയുന്നത് 746 വാട്ടാണെന്ന് പഠിച്ചു. അതിനുശേഷം നമ്മൾ ഊർജ്ജ പരിവർത്തനം എന്താണെന്നുള്ളത് നമ്മൾ എന്താക്കി പഠിച്ചു. അതിൽ മൈക്രോഫോണ്, ലൗഡ് സ്പീക്കർ, ബാറ്ററി, ഗ്യാസ് സ്റ്റവ് ഒക്കെ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്. എല്ലാവർക്കും എക്സാമിന് നല്ലൊരു വിജയം ഉണ്ടാവട്ടെ. താങ്ക് യു.